നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ തുടങ്ങിയായിരുന്നു അല്ലേ? അപ്പോൾ അതിനകത്ത് നമ്മൾ ജാവ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. ഇനി സിലബസിനകത്തോട്ട് വരുമ്പോൾ നമുക്കുള്ള ഫസ്റ്റ് ടോപ്പിക്കാണ് ഡിഫൈനിങ് എ ക്ലാസ് എന്ന് പറയുന്നത്. അതിനോടുകൂടി ഡിഫൈനിങ് എ ക്ലാസ്, ഫീൽഡ് ഡിക്ലറേഷൻ, മെത്തേഡ് ഡിക്ലറേഷൻ, ഈ 3 ടോപ്പിക്കുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ ടോപ്പിക്ക് ക്ലാസ്. അപ്പോൾ ക്ലാസ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾ കൺസെപ്റ്റ് പഠിച്ചതാണ്. എന്താ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളുടെ കളക്ഷനെയാണ് നമ്മൾ ക്ലാസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഓരോ ഒബ്ജക്റ്റിനും എന്തൊക്കെ കാര്യങ്ങളുണ്ട് പ്രോപ്പർട്ടീസ് ആയിട്ട്? ബിഹേവിയറും ഉണ്ട്, സ്റ്റേറ്റും ഉണ്ട്, അല്ലെങ്കിൽ ആട്രിബ്യൂട്ടും ഉണ്ട്, ആക്ഷനും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഒബ്ജക്റ്റിന്റെ ആട്രിബ്യൂട്ടിനെയും ആക്ഷനെയും ഒക്കെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു കണ്ടെയ്നർ അല്ലെങ്കിൽ ബ്ലൂ പ്രിന്റ് ആണ് ക്ലാസ് എന്ന് പറയുന്നത്. A class in Java is a user-defined data type, a blueprint, a classification that describes the behavior or state that the object of its type support. അതായത് ഓരോ ഒബ്ജക്റ്റുകളുടെയും ബിഹേവിയറിനെയും സ്റ്റേറ്റിനെയും ഡിസ്ക്രൈബ് ചെയ്യുന്ന കോഡ് കൊള്ളുന്ന ഒരു കണ്ടെയ്നർ ആണ് എന്തെന്ന് പറഞ്ഞാൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ. അത് എങ്ങനെയുള്ള ഡേറ്റ ടൈപ്പ് ആണ്? യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഡേറ്റ ടൈപ്പും കൂടെയാണ്. ഇനി ക്ലാസിനെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ് ആണ് ഏത്? ക്ലാസ് എന്ന് പറയുന്നത്. നമ്മൾ CPP-ക്കകത്തൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ക്ലാസ് എന്നുള്ള കീവേഡ് തന്നെയാണ് ഇവിടെയും ക്ലാസിനെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. താഴെ തന്നിരിക്കുന്നത് ക്ലാസിനെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയുള്ള സിൻടാക്സ് ആണ്. നോക്കിക്കേ, ക്ലാസ്, ക്ലാസ് നെയിം, ഓപ്പണിംഗ് ബ്രേസ്, ടൈപ്പ് ഇൻസ്റ്റൻസ് വേരിയബിൾ 1 സെമിക്കോളൻ, ടൈപ്പ് ഇൻസ്റ്റൻസ് വേരിയബിൾ 2 സെമിക്കോളൻ, അങ്ങനെ ടൈപ്പ് ഇൻസ്റ്റൻസ് വേരിയബിൾ n വരെ സെമിക്കോളൻ. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നോക്കിയേ, ടൈപ്പ് മെത്തേഡ് നെയിം 1 പാരാമീറ്റർ ലിസ്റ്റ്, ബോഡി ഓഫ് ദ മെത്തേഡ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് ടൈപ്പ് മെത്തേഡ് നെയിം 2 പാരാമീറ്റർ ലിസ്റ്റ്, ബോഡി ഓഫ് ദ മെത്തേഡ്. അങ്ങനെ എത്ര മെത്തേഡ് വരെ വരാം? n മെത്തേഡ്സ് വരെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയുള്ള ഫീൽഡ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? നമ്മുടെ മെത്തേഡും ക്ലോസ് ചെയ്തിരിക്കുന്നു, അതിനോടൊപ്പം തന്നെ ക്ലാസ്സും ക്ലോസ് ചെയ്തിരിക്കുന്നു. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഞാൻ നേരത്തെയും പറഞ്ഞായിരുന്നു, നമ്മൾ ജാവയ്ക്കകത്ത് ക്ലാസ് എൻഡ് ചെയ്യുമ്പോൾ സെമിക്കോളൻ ഇടുന്നില്ല. ആ കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്ലാസ് എന്ന് പറയുന്ന കീവേഡോട് കൂടിയാണ് നമ്മൾ ക്ലാസ്സിനെ ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പൊ ക്ലാസ് എന്ന് പറയുന്ന കീവേഡ്, അതോടുകൂടി യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ക്ലാസിന്റെ നെയിം. പിന്നെ ക്ലാസ്സിന് നെയിം കൊടുക്കുമ്പോൾ എന്ത് കാര്യം കൂടെ ശ്രദ്ധിക്കണം? ഫസ്റ്റ് ലെറ്റർ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ ആകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇനി ഓപ്പൺ ചെയ്താലോ, നമ്മൾ ജാവയ്ക്കകത്ത് ഒരു ക്ലാസ്സിനകത്ത് 2 കാര്യങ്ങളാണ് വരുന്നത്, 2 ഡേറ്റകളാണ് വരുന്നത്. ഒന്ന് വേരിയബിളും രണ്ടാമത്തത് മെത്തേഡും. അതായത് ബിഹേവിയറും സ്റ്റേറ്റും ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ബിഹേവിയർ കാണിക്കാൻ വേണ്ടി നമുക്ക് വേരിയബിളും, സ്റ്റേറ്റ് അല്ലെങ്കിൽ ആക്ഷൻ കാണിക്കാൻ വേണ്ടി നമ്മൾ മെത്തേഡുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്ലാസ്സിനകത്തെ വേരിയബിളിന് പറയുന്ന പേരാണ് ഇൻസ്റ്റൻസ് വേരിയബിൾ. എ വേരിയബിൾ ഇൻ എ ക്ലാസ് ഈസ് കോൾഡ് ഇൻസ്റ്റൻസ് വേരിയബിൾ. അപ്പോൾ ഒരു ക്ലാസ്സിനകത്തുള്ള വേരിയബിളിന് പറയുന്ന പേരാണ് ഇൻസ്റ്റൻസ് വേരിയബിൾ. അതുപോലെ തന്നെ ക്ലാസ്സിനകത്തുള്ള കോഡിന് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ സെറ്റ് ഓഫ് കോഡുകൾക്ക് പറയുന്ന പേരാണ് മെത്തേഡ്. അപ്പൊ നമ്മൾ CPP-ക്കകത്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിരുന്നത് തന്നെയാണ് ഇവിടെ മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ തൊട്ട് നമ്മൾ ഫംഗ്ഷൻ എന്നല്ല പറയുന്നത്, എന്തെന്നാ പറയേണ്ടത്? ബ്ലോക്ക് ഓഫ് കോഡിന് എന്തെന്നാ പറയേണ്ടത്? മെത്തേഡ് എന്നാണ് പറയേണ്ടത്. അതായത് ഒരു സ്പെസിഫിക് ആക്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ബ്ലോക്ക് ഓഫ് കോഡിന് പറയുന്ന പേരല്ലേ ഫംഗ്ഷൻ എന്ന്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ 2 കാര്യങ്ങളാണ് ഒരു ക്ലാസ് എന്ന് പറയുന്നത് കണ്ടെയ്നറിനകത്ത് ഉള്ളത്. വേരിയബിളും ഉണ്ട്, മെത്തേഡും ഉണ്ട്. ക്ലാസ്സിനകത്തുള്ള വേരിയബിളിനെ എന്തെന്നാ പറയുന്നത്? ഇൻസ്റ്റൻസ് വേരിയബിൾ എന്ന് പറയുന്നു. ക്ലാസ്സിനകത്തുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇൻസ്റ്റൻസ് വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ ഒരു വേരിയബിളിനെ എങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നത്? ഡേറ്റ ടൈപ്പ്, ആ വേരിയബിളിന്റെ നെയിം, സെമിക്കോളൻ, അല്ലെങ്കിൽ വാല്യൂ വെച്ച് ഇനിഷ്യലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വാല്യൂ. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, ഇൻസ്റ്റൻസ് വേരിയബിളിന്റെ ടൈപ്പ്, ഡേറ്റ ടൈപ്പ് ഏതാണോ ആ ടൈപ്പ്, അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റൻസ് വേരിയബിളിന്റെ പേര്, സെമിക്കോളൻ. അങ്ങനെയാണ് നമ്മൾ ഒരു ഇൻസ്റ്റൻസ് വേരിയബിളിനെ അല്ലെങ്കിൽ ക്ലാസ്സിനകത്തുള്ള ഒരു വേരിയബിളിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. അങ്ങനെ എത്ര വേരിയബിളിനെ വേണമെങ്കിലും നമുക്ക് ഡിക്ലെയർ ചെയ്യാം. രണ്ടാമത്തെ സെക്ഷൻ എന്താ പറഞ്ഞത്? മെത്തേഡ് ആണ്. മെത്തേഡിനെ ഡിക്ലെയർ ചെയ്യുന്ന ഒരു സിൻടാക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ്? ടൈപ്പ്, മെത്തേഡിന്റെ നെയിം, പാരാമീറ്റർ ലിസ്റ്റ്, ബോഡി ഓഫ് ദ മെത്തേഡ്. ടൈപ്പ് എന്ന് പറഞ്ഞാൽ ആ മെത്തേഡ് റിട്ടേൺ ചെയ്യുന്ന റിട്ടേൺ ടൈപ്പ്. എന്തെങ്കിലും വാല്യൂസ് റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ റിട്ടേൺ ടൈപ്പ് ആണ് കൊടുക്കേണ്ടത്. പിന്നെ മെത്തേഡ് നെയിം എന്ന് പറയുന്നതോ യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പേര് കൊടുക്കുന്നു. പാരാമീറ്റർ ലിസ്റ്റ് എന്ന് പറഞ്ഞാലോ മെത്തേഡ്
പാസ് ചെയ്യുന്ന പാരാമീറ്റർ അല്ലെങ്കിൽ ആർഗ്യുമെന്റിന്റെ ലിസ്റ്റുകളാണ് ഇവിടെ പാസ് ചെയ്യേണ്ടത്. പിന്നെ ബോഡി ഓഫ് ദ മെത്തേഡിനകത്താണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, എന്ത് സ്പെസിഫിക് ആക്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയാണോ നമ്മൾ ആ മെത്തേഡ് ഡിക്ലെയർ ചെയ്യുന്നത് ആ സെറ്റ് ഓഫ് കോഡുകളാണ് ഈ ബോഡിക്കകത്ത് കൊടുക്കേണ്ടത്. അങ്ങനെ എത്ര മെത്തേഡ് വേണമെങ്കിലും നമുക്ക് നമ്മുടെ ക്ലാസ്സിനകത്ത് ഡിക്ലെയർ ചെയ്യാം. ഇനി മെത്തേഡും ഇൻസ്റ്റൻസ് വേരിയബിളും ഒക്കെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യണം, നമ്മുടെ ക്ലാസ്സിനെ ക്ലോസ് ചെയ്യണം. അപ്പൊ നമ്മൾ ക്ലോസിംഗ് ബ്രേസ് ഇട്ട് നമ്മൾ ക്ലാസ്സിനെ ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇനി ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ക്ലാസ്സിനകത്തെ മെത്തേഡ്സിനെയും ഇൻസ്റ്റൻസ് വേരിയബിൾസിനെയുമാണ് മെമ്പേഴ്സ് ഓഫ് ദ ക്ലാസ് എന്ന് പറയുന്നത്. നമ്മുടെ ക്ലാസ്സിനകത്ത് 2 ആൾക്കാരാണുള്ളത്. ഏതൊക്കെയാണ്? ഇൻസ്റ്റൻസ് വേരിയബിളും ഉണ്ട്, മെത്തേഡും ഉണ്ട്. ക്ലാസ്സിനകത്തെ വേരിയബിളിനെയാണ് നമ്മൾ ഇൻസ്റ്റൻസ് വേരിയബിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്ലാസ്സിനകത്തെ സെറ്റ് ഓഫ് കോഡ് അല്ലെങ്കിൽ ഫംഗ്ഷനെയാണ് നമ്മൾ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 2 പേരെയുമാണ് എന്തെന്ന് പറയുന്നത്, മെമ്പേഴ്സ് ഓഫ് ദ ക്ലാസ് എന്ന് പറയുന്നത്. ക്ലാസ്സിനകത്തെ മെമ്പേഴ്സ് എന്നാണ് പറയുന്നത്. ഇനി നമ്മള് മെത്തേഡിനെ മെമ്പർ ഫംഗ്ഷൻ അല്ലെങ്കിൽ മെമ്പർ മെത്തേഡ് എന്നും പറയാറുണ്ട് കേട്ടോ. ഇനി അടുത്ത നമ്മുടെ സിലബസിനകത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാല് മെത്തേഡ് ഡിക്ലറേഷൻ ആണ്. അപ്പൊ അതിനിടയ്ക്ക് ഒരു ഫീൽഡ് ഡിക്ലറേഷൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ക്ലാസ്സിനകത്തെ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നത് തന്നെയാണ് ഫീൽഡ് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് കേട്ടോ. ക്ലാസ്സിനകത്ത് ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നതിനെയാണ് ഫീൽഡ് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ ഇൻസ്റ്റൻസ് വേരിയബിളിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ സിന്റാക്സ് ഒക്കെ പറഞ്ഞതാണ്. അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ മെത്തേഡ് ഡിക്ലറേഷൻ. അപ്പൊ മെത്തേഡ് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ, മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെത്തേഡ്സ് ആർ യൂസ്ഡ് ടു പെർഫോം സർട്ടൻ ആക്ഷൻസ് and they are also known as functions. A method is a block of code which only runs when it is called. You can pass data known as parameters into a method. Method എന്ന് പറഞ്ഞാൽ എന്താണ്? കുറേയധികം സെറ്റ് ഓഫ് കോഡ്സ് ആണ്. എന്തിനു വേണ്ടിയിട്ടാ? യൂസ്ഡ് ടു പെർഫോം സർട്ടൻ അല്ലെങ്കിൽ സ്പെസിഫിക് ആക്ഷൻ, എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആക്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയുള്ള കുറേയധികം ബ്ലോക്ക് ഓഫ് കോഡിനെയാണ് നമ്മൾ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഒരു മെത്തേഡ് എപ്പോഴാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്? ആ മെത്തേഡിനെ എപ്പോഴാണോ ഇൻവോക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ കോൾ ചെയ്യുന്നത് അപ്പോഴായിരിക്കും അതിന്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് മെത്തേഡിനകത്ത് എന്തും കൂടെ ചെയ്യാം. മെത്തേഡിനകത്ത് നമുക്ക് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സിനെ നമുക്ക് പാസ് ചെയ്യാനും കൂടെ പറ്റും. ഇനി ഒരു മെത്തേഡിന്റെ ജനറൽ ഫോർമാറ്റ് ആണ് താഴെ തന്നിരിക്കുന്നത്. നോക്കിക്കേ, ടൈപ്പ്, നെയിം, പാരാമീറ്റർ ലിസ്റ്റ്, ഓപ്പണിംഗ് ബ്രേസ്, ബോഡി ഓഫ് ദ മെത്തേഡും ക്ലോസിംഗ് ബ്രേസും. ഇപ്പോൾ ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ മെത്തേഡ് എന്തെങ്കിലും വാല്യൂസ് റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ റിട്ടേൺ ടൈപ്പ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി വാല്യൂ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ലെങ്കിൽ ആ ടൈപ്പ് എന്തായിരിക്കും? വോയിഡ് ആയിരിക്കും. അല്ലെങ്കിൽ വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഇന്റിജർ വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ ടൈപ്പ് ഇന്റ് ആയിരിക്കും. ഇപ്പൊ ക്യാർ ആണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ ടൈപ്പ് ക്യാർ ആയിരിക്കും. അങ്ങനെ ഈ മെത്തേഡ് എന്തെങ്കിലും വാല്യൂസിനെ തിരിച്ച് കോൾ ചെയ്യുന്ന കൊടുക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കണം അതിന്റെ ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്ത നെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? യൂസർ ഓരോ മെത്തേഡിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ള നെയിം ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി പാരാമീറ്റർ ലിസ്റ്റ് എന്ന് പറഞ്ഞാലോ, ഈ നെയിമിലുള്ള മെത്തേഡ് പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്ന ആർഗ്യുമെന്റുകളുടെ ഒരു ലിസ്റ്റ് ആണ് പാരാമീറ്റർ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ. അത് എവിടെ നിന്ന് വരുന്നതാണ്? നമ്മൾ പറഞ്ഞു ഒരു മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതിനെ ഇൻവോക്ക് ചെയ്യണം അല്ലെങ്കിൽ കോൾ ചെയ്യണമെന്ന് പറഞ്ഞല്ലേ. അപ്പൊ അങ്ങനെ കോൾ ചെയ്യുന്നിടത്ത് കൊടുക്കുന്ന വാല്യൂവിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ പാരാമീറ്റർ ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഒരു മെത്തേഡിനെ ഇൻവോക്ക് ചെയ്യുന്നിടത്ത് എന്തെങ്കിലും വാല്യൂസ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡെഫിനിഷനകത്ത് റിസീവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പാരാമീറ്റർ ലിസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ബോഡിക്കകത്തേക്ക് പോവുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുന്നത്? ആ മെത്തേഡ് നമ്മൾ എന്തിനു വേണ്ടിയാണോ ഡിക്ലെയർ ചെയ്ത് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അതിനു വേണ്ടിയുള്ള കോഡുകളായിരിക്കും ആ ബോഡിക്കകത്ത് ഉണ്ടാവുക. ഇപ്പൊ സം കണ്ടുപിടിക്കാനാണെങ്കിൽ, ഇപ്പൊ 2 നമ്പറിൽ സം കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് ആണെങ്കിൽ ആ സമ്മിന് വേണ്ടിയുള്ള കോഡായിരിക്കും ഉണ്ടാവുന്നത്. ഇനി അതല്ല എന്തെങ്കിലും ഒരു കാര്യം പ്രിന്റ് ചെയ്യാനുള്ളതാണെങ്കിൽ ആ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയുള്ള കോഡായിരിക്കും ഇതിനകത്ത് ഉണ്ടാവുന്നത്. അപ്പൊ എന്ത് സ്പെസിഫിക് ആക്ഷന് വേണ്ടിയാണോ നമ്മൾ ആ മെത്തേഡ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട കോഡായിരിക്കും ആ ബോഡിക്കകത്ത് ഉണ്ടാവുക. ഇനി അതോടുകൂടി നമ്മൾ മെത്തേഡിനെ ക്ലോസും ചെയ്തു. അപ്പൊ ഇത്രയും കൊണ്ട് നമ്മുടെ മെത്തേഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആവുന്നില്ല. ഇതിനെ നമ്മൾ എവിടെ നിന്ന് കോൾ ചെയ്യണം? മെയിൻ മെത്തേഡിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് എവിടെയാണോ ആവശ്യം വരുന്നത് അവിടെ നിന്നോ നമ്മൾ ഈ മെത്തേഡിനെ കോൾ ചെയ്യുമ്പോൾ മാത്രമേ ഇതിന്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ആവത്തുള്ളൂ. അപ്പൊ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കുന്നുണ്ട്. ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ ഒരു മെത്തേഡിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നുള്ള കാര്യവും ഈ സിന്റാക്സ് മാത്രം ഒന്ന് പഠിച്ചു വെക്കുക. ഇപ്പൊ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ് ഇവിടെ ഈ ഒരു പാരഗ്രാഫിനകത്ത് കൊടുത്തിരിക്കുന്നത്. ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ വാല്യൂ ഒന്നും റിട്ടേൺ ചെയ്തില്ലെങ്കിൽ ഏതായിരിക്കണം റിട്ടേൺ ടൈപ്പ്,
നെയിം എന്ന് പറഞ്ഞാൽ എന്താണ്, പാരാമീറ്റർ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പാരാമീറ്റേഴ്സ് ഇല്ലെങ്കിൽ പാരാമീറ്റർ ലിസ്റ്റ് എന്ന് പറയുന്നത് empty ആയിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി താഴെ തന്നിരിക്കുന്ന സിന്റാക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെത്തേഡ് എന്തെങ്കിലും ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സിന്റാക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. റിട്ടേൺ എന്ന് പറയുന്ന കീവേഡോട് കൂടിയാണ് നമ്മൾ വാല്യൂവിനെ റിട്ടേൺ ചെയ്യുന്നത്. അപ്പൊ റിട്ടേണോട് കൂടി റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്താണോ അത് സെമിക്കോളൻ. ഇതൊരു വേരിയബിൾ ആകാം അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് വാല്യൂ ആകാം, അങ്ങനെ രണ്ടിൽ ഏതെങ്കിലും ആകാം. അപ്പൊ അതിനുവേണ്ടിയാണ് റിട്ടേൺ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റും കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഈ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എവിടെ നിന്നാണോ കോൾ ചെയ്തത് അങ്ങോട്ടായിരിക്കും ഈ വാല്യൂവിനെ റിട്ടേൺ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അത്ര ഓർത്ത് വെക്കുക. താഴെ തന്നിരിക്കുന്നത് നമ്മുടെ ഒരു ക്ലാസ്സിനും മെത്തേഡിനും ഇൻസ്റ്റൻസ് വേരിയബിൾ ഡിക്ലറേഷനും ഒക്കെ ഉള്ളൊരു എക്സാമ്പിൾ ആണ്. ഇതൊരു കംപ്ലീറ്റ് പ്രോഗ്രാം അല്ല, അത് നിങ്ങൾ ആദ്യമേ തന്നെ ഓർക്കണം. ഇതൊരു കംപ്ലീറ്റ് പ്രോഗ്രാം അല്ല, ജസ്റ്റ് ഒരു ക്ലാസ്സിനെ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്, ഒരു വേരിയബിളിനെ എങ്ങനെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്, ഒരു മെത്തേഡ് എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇത് കംപ്ലീറ്റ് ആവണമെങ്കിൽ എങ്ങനെ കൊടുക്കണം? നമ്മുടെ മെയിൻ മെത്തേഡ് കൊടുക്കണം, നമ്മുടെ ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം, ഈ മെത്തേഡിനെ നമുക്ക് കോൾ ചെയ്യണം, അങ്ങനെ പല പല കാര്യങ്ങളും കൂടെ വന്നെങ്കിൽ മാത്രമേ ഈ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ആകത്തുള്ളൂ. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്യാനും ഫീൽഡിനെ ഡിക്ലെയർ ചെയ്യാനും മെത്തേഡ് ഡിക്ലറേഷനാണ്. അതുകൊണ്ട് മാത്രം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ കൊടുത്തേ ഉള്ളൂ കേട്ടോ. നോക്കിക്കേ, പബ്ലിക് ക്ലാസ് മൈ. പബ്ലിക് എന്ന് പറയുന്നത് വിസിബിലിറ്റി മോഡാണ്. പബ്ലിക് ആയിട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഈ ക്ലാസ്സിനെ നമുക്ക് ആ എൻ്റയർ പ്രോഗ്രാമിനകത്ത് എവിടെ വേണമെങ്കിലും ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ക്ലാസ് എന്ന് പറയുന്ന കീവേഡ്. ഇവിടെ നോക്കിയേ, മൈ എന്ന് പറയുന്നതാണ് നമ്മുടെ ക്ലാസിന്റെ നെയിം. യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ക്ലാസിന്റെ നെയിമാണ് മൈ എന്ന് പറയുന്നത്. ഓപ്പണിംഗ് ബ്രേസ്. നമ്മളിവിടെ ക്ലാസ്സിനകത്തും മെത്തേഡിന് പുറത്തുമാണ് വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്ത് വേരിയബിൾ ആണ്? ഇൻസ്റ്റൻസ് വേരിയബിൾ ആണ്. ഇന്റിജർ ടൈപ്പിലുള്ള എ എന്ന് പേരുള്ള ഒരു ഇൻസ്റ്റൻസ് വേരിയബിളിനെ നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ഒന്നാമത്തെ ഫീൽഡായേ. ഇനി രണ്ടാമത്തെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു? മെത്തേഡ് ആയിരുന്നു. ക്ലാസ്സിനകത്ത് രണ്ടാമത്തെ ഫീൽഡാണ് മെത്തേഡ് എന്ന് പറയുന്നത്. മെത്തേഡിനെ ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. നോക്കിയേ, വോയിഡ് മൈ മെത്തേഡ്, മെത്തേഡിന്റെ ബ്രാക്കറ്റ്, ഓപ്പണിംഗ് ബ്രേസ്, അതിനകത്തൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുകയാണ്. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ. ആർഗ്യുമെന്റിനകത്ത് ഹലോ വേൾഡ് എന്ന് പറഞ്ഞൊരു ആർഗ്യുമെന്റ് പാസ് ചെയ്തിരിക്കുന്നു. മെത്തേഡ് ക്ലോസ് ചെയ്തിരിക്കുന്നു, ക്ലാസ് ക്ലോസ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഇവിടെ നമ്മള് മെത്തേഡ് ടൈപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്, റിട്ടേൺ ടൈപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ മെത്തേഡ് വാല്യൂ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഇവിടെ റിട്ടേൺ ടൈപ്പ് വോയിഡ് ആയത്. ഇനി മെത്തേഡിന്റെ നെയിം എന്താണ്? മൈ മെത്തേഡ് എന്നാണ് യൂസർ കൊടുത്തിരിക്കുന്ന മെത്തേഡിന്റെ നെയിം. ആർഗ്യുമെന്റ് ലിസ്റ്റ് നോക്കിയേ, ആർഗ്യുമെന്റ് ലിസ്റ്റ് empty ആണ്. അതിന്റെ അർത്ഥം എന്താ? ഇത് കോൾ ചെയ്യുന്നിടത്തൊന്നും വാല്യൂവിനെ ഒന്നും പാസ് ചെയ്ത് വിട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ റിസീവ് ചെയ്യാനുള്ള കോഡുകളൊന്നും പാരാമീറ്റർ ഒന്നും കൊടുക്കാത്തത്. ഇനി നോക്കിയേ, ഓപ്പണിംഗ് ബ്രേസിനകത്ത് ബോഡിക്കകത്ത് കൊടുത്തിരിക്കുന്നത് എന്താ? ജസ്റ്റ് ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലാണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? മോണിറ്ററിനകത്ത് എന്തെങ്കിലും പ്രിന്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ സ്ട്രിംഗ് ആയതുകൊണ്ട് നമ്മൾ ഡബിൾ കോട്ടിനകത്ത് കൊടുത്തിരിക്കുന്നു ഹലോ വേൾഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് കംപ്ലീറ്റ് ഒരു പ്രോഗ്രാം ആയിരുന്നെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിട്ട് വന്നേനെ? ഹലോ വേൾഡ് എന്നുള്ള ഒരു മെസ്സേജ് പ്രിന്റ് ആയിട്ട് വന്നേനെ. അപ്പൊ ഇങ്ങനെയാണ് ഒരു ക്ലാസ്സിനെ ഡിക്ലെയർ ചെയ്യുന്നത്, ഇൻസ്റ്റൻസ് വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഒരു മെത്തേഡിനെ ഡിഫൈൻ ചെയ്യുന്നത്.